ഡോക്ടർ വിഷ്ണു വാസുദേവിൻ്റെ വീഡിയോയെ ആസ്പദമാക്കി എൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് വിഷ്ണു വാസുദേവിനെ ഈ അന്വേഷണ വിരുന്നിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്നാദ്യമായിട്ട് ശാസ്ത്രീയമായ സമീപനത്തിൻ്റെയും ആത്മീയമായ സമീപനത്തിൻ്റെയും വ്യത്യാസം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കാൻ ആവശ്യമുള്ളതിൻ്റെ കാരണം, വിഷ്ണു വാസുദേവ് തന്നെ പറയുന്നത് താനൊരു ശാസ്ത്രജ്ഞനാണ് എങ്കിലും താൻ ഉന്നയിക്കുന്ന പ്രശ്നം ശാസ്ത്രീയമല്ല, അത് ആത്മീയമാണ്. ശാസ്ത്രത്തിന് ഈ ചോദ്യത്തിൻ്റെ മറുപടി കണ്ടുപിടിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രത്തിൻ്റെ വഴിയെ അന്വേഷിച്ചു പോകുമായിരുന്നു. അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ട് ഈ വീഡിയോ മൂലം ഈ പ്രശ്നം നിങ്ങളുമായി പങ്കിട്ടത് എന്ന് അദ്ദേഹം വ്യക്തമായി ആ വീഡിയോയിൽ പറയുന്നത് എവിടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഡോക്ടർ വിഷ്ണു വാസുദേവിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത, എന്നാൽ അദ്ദേഹം തീർച്ചയായും വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു വ്യത്യാസം, ഈ രണ്ട് സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കാം. ശാസ്ത്രം പൊതുവെ ശ്രമിക്കുന്നത് പൊതുവായ പരിഹാരങ്ങൾ കണ്ടെത്താനാണ്. കോംപ്രിഹെൻസീവ് ജനറിക് ടോട്ടൽ സൊല്യൂഷൻസ്. ഉദാഹരണമായിട്ട് പോളിയോ, അതിൻ്റെ പരിഹാരമായിട്ട് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചു. അത് ലോകത്തിലുള്ള എല്ലാവർക്കും യാതൊരു സ്ഥലകാല സംസ്കാര ഭേദമന്യേ അത് പ്രയോജനപ്പെടും. അത് ശാസ്ത്രത്തിൻ്റെ സമീപനം എപ്പോഴുമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്, നാം വസിക്കുന്ന ഈ ലോകം അത് എല്ലാ വിധത്തിലും നല്ല ലോകമാകണം. ഇവിടെ അനീതി ഉണ്ടാകരുത്, അക്രമം ഉണ്ടാകരുത്, മനുഷ്യ സ്വഭാവത്തിൻ്റെ കാടത്തരം ഇങ്ങനെ പ്രകടിപ്പിക്കപ്പെടരുത്. അതിൻ്റെ ഒരു സുപ്രധാന ഉദാഹരണമായിട്ടാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗിക പീഡനത്തെ അദ്ദേഹം വളരെ ആവർത്തിച്ചും വിശദീകരിച്ചും പറയുന്നു. മറ്റ് വശങ്ങൾ അതിനുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായി നോക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണമെന്ന് തോന്നാവുന്നത് നല്ലൊരു ലോകം. കാൾ മാർക്സ് അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്, പുതിയൊരു ലോകം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, അങ്ങനെയൊരു ലോകം. അത് വാസ്തവത്തിൽ ശാസ്ത്രീയമായ ഒരു താല്പര്യമാണ്, ഒരു ലക്ഷ്യമാണ്. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിന് വലിയ വലിയ സാധൂകരണമുണ്ട്. ഒരു ന്യായമായും വിഷ്ണു വാസുദേവൻ ഇങ്ങനെ ഒരു താല്പര്യം വെച്ച് പുലർത്തുന്നതിൽ യാതൊരു അപ്രസക്തിയോ അപാകതയോ ഇല്ല. എന്നാൽ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ താൻ ഉന്നയിക്കുന്ന പ്രശ്നം ആത്മീയമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുമ്പോൾ തന്നെ ആ പ്രശ്നത്തെ ആത്മീയമായ സമീപനത്തിൽ കൂടെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. എന്താണ് ഈ ആത്മീയമായ സമീപനം? അതിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഓരോ വ്യക്തി, ഇപ്പം നമുക്കറിയാം, ഒരു മനുഷ്യജാതിയെ ആകമാനം നമുക്ക് നന്നാക്കാൻ സാധ്യമല്ല. എന്നാൽ വ്യക്തികളെ, ഇപ്പം എനിക്ക് മാൻകൈൻഡിനെ അല്ല മനുഷ്യജാതിയെ എനിക്ക് സഹായിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ ഒക്കും. എനിക്ക് മനുഷ്യജാതിയെ സ്നേഹിക്കാൻ ഒക്കത്തില്ല, മാൻകൈൻഡ്. എന്നാൽ വ്യക്തികളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് ആത്മീയമായ സമീപനം എപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. അവിടെ ദൈവം നമുക്ക് എല്ലാ ഗുണവിശേഷങ്ങളുമുള്ള ഒരു നന്മയും
എന്താ പറയുന്നത്, നന്മയുടെയും പോരായ്മയില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ നന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, എല്ലാം ഏറ്റവും മനോഹരമായി നീതിപൂർവമായി നമ്മുടെ സന്മാർഗബോധത്തെയും മാനവികതയുടെ ഉച്ച തലങ്ങളെയും എല്ലാം തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സമ്പൂർണമായ ഒരു ലോകം. അത് എന്താണ് ദൈവം നമുക്ക് നൽകാത്തത്? ആ ഒരു സമീപനം ആത്മീയമല്ല, അത് ശാസ്ത്രീയമാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇത് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്രകാരം പറയുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയെപ്പോലും, ഇപ്പോൾ ശാസ്ത്രീയമാണെങ്കിൽ പോലും, ഒരു വ്യക്തിയെ മെഡിക്കൽ സയൻസ് നമ്മൾ നോക്കുമ്പോൾ വ്യക്തികളെയാണ് ചികിത്സിക്കുന്നത്, സമൂഹത്തെ അല്ല. ഇപ്പോൾ ഞാൻ ജ്വരം പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർ പറയുക, മനുഷ്യജാതി മുഴുവൻ ഇവിടെ വരട്ടെ, എല്ലാവരെയും ഒരേ സമയത്ത് ചികിത്സിക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുള്ളൂ, മനുഷ്യജാതി മുഴുവൻ അസംബ്ലി ചെയ്യുന്നവരെ നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ മനുഷ്യർക്ക് ഗുണം വരുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും എന്നത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ, പണ്ടൊരു രാജ്യത്ത് രാജാവിന് മന്ത്രി. അപ്പോൾ രാജാവിന് പ്രജകളുടെ പരാതി വന്നു തുടങ്ങി. പരാതി എന്താണ്? രാജാവ്, ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ കാലിൽ മുള്ള് കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, എവിടെ നടന്നാലും മുള്ള്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പോൾ രാജാവ് മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ജനങ്ങൾ നന്നേ വലയുന്നുണ്ട്, അവർക്ക് നടക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യം മുഴുവനും തോല് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ പിന്നെ അതിൻ്റെ പുറത്ത് നടന്നാൽ ആളുകളുടെ കാലിൽ മുള്ള് കയറത്തില്ലല്ലോ. അപ്പോൾ മന്ത്രി കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, രാജാവേ, അത് നടക്കത്തില്ല. അതിനേക്കാൾ നല്ല സൊല്യൂഷനാണ് ആളുകൾ പാദരക്ഷ ധരിച്ചു തുടങ്ങട്ടെ. അങ്ങനെയാണ് പാദരക്ഷ അല്ലെങ്കിൽ ചെരുപ്പ് എന്ന ആശയം ഉദിച്ചത് എന്നൊരു കഥ ഉണ്ട്, നിങ്ങളും കേട്ട് കാണും. അപ്പം ഇതാണ് ഇതിനകത്തെ സമീപനമെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അവരോടും പറയാനുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കുറച്ചുകൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ കുറേ കൂടെ സ്പഷ്ടമായി വെളിപ്പെട്ട് വരുമെന്നാണ് എൻ്റെ അപ്പോൾ അതുകൊണ്ട് വിഷ്ണു വാസുദേവനോട് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു നമുക്ക് ഓർത്തെടുക്കാം. ഇങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണോ, അർത്ഥവത്താണോ, അത് ന്യായീകരിക്കാവുന്നതാണോ? എനിക്ക് അദ്ദേഹത്തോട് ആദ്യം പറയാനുള്ളത്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യം വരും. ഇത് ഞാൻ പറഞ്ഞു മടുത്തു. മനുഷ്യൻ യുഗാന്തരങ്ങളിൽ വെച്ച് പുലർത്തിയ ഏറ്റവും വലിയ തെറ്റാണ്, അബദ്ധമാണ് ഈ ആരാധന എന്നുള്ളത്. ദൈവത്തെ ആരാധിക്കാനുള്ളതേ അല്ല. ദൈവം മനുഷ്യരിൽ നിന്ന് ആരാധന പ്രതീക്ഷിക്കുന്നതേ ഇല്ല. ഈ ആരാധന എന്ന കാര്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് പുരോഹിതവർക്കുമാണ്. കാരണം അവർക്കറിയാവുന്ന ഏക തൊഴിൽ ഈ ആരാധനയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധനയിൽ കൂടെ മരുക്കിയെടുക്കാം, പ്രീതിപ്പെടുത്തി നിർത്താം എന്ന ഒരു തികച്ചും അപഹാസ്യമായ ആശയം അത് മാത്രം കൊണ്ട് ജനങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ച് അവരുടെ കാൽച്ചുവട്ടിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആരാധനയിൽ അധിഷ്ഠിതമായ എല്ലാ സമീപനങ്ങളും യാഥാർത്ഥ്യബോധം ഉപേക്ഷിക്കുന്നതായിരിക്കും. എസ്കേപ്പിസ്റ്റ് റിലിജിയൻ. ആരാധന കേന്ദ്രീകരിച്ചിട്ടുള്ള മതം യാഥാർത്ഥ്യബോധമില്ലാത്തതും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുമായിരിക്കും. എ റിലിജിയൻ സെൻറ്റേർഡ് ഓൺ വർഷിപ്പ് വിൽ ഓൾവേസ് ബി എൻ എസ്കേപ്പിസ്റ്റ് റിലിജിയൻ. കാരണം നമുക്കറിയാം, ആരാധിക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേകമായി കൽപ്പിച്ചിട്ട് ഇരിക്കുന്ന എടുത്ത് പോകണ്ടേ. അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോകണം, മോസ്കിൽ പോകണം, അവിടെ പോകണം. ലോകത്തിൽ നിന്ന് വേറിട്ടെങ്കിലേ ആരാധിക്കാനൊക്കത്തുള്ളൂ. അതല്ല ദൈവത്തോട് കാണിക്കാവുന്ന നീതി, സന്തോഷം, സ്നേഹം എന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിഞ്ഞുകൂടാ. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആരാധനയല്ല, പിന്നെ എന്താണ്? ദൈവത്തെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ്. വിറ്റ്നസ്, നോട്ട് വർഷിപ്പ് ബട്ട് വിറ്റ്നസ്.
എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് സാക്ഷീകരിക്കാൻ കഴിയുന്നത്? ദൈവം സൃഷ്ടിച്ച ഈ ലോകം നന്മയുടെ ലോകമായിരുന്നു. എന്നാൽ ആ നന്മ തിന്മയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇപ്പോഴും ഉൾപ്പെട്ടിട്ടുള്ള നന്മയുടെ സാധ്യതകൾ ഉണർത്തിയെടുത്ത് വളർത്തിയെടുത്ത് ഈ ലോകം യഥാർത്ഥത്തിൽ നന്മയുടെ ഇരിപ്പിടമാണ് എന്ന് തെളിയിക്കത്തക്കവണ്ണം മനുഷ്യർ പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് സാക്ഷ്യം എന്നുള്ളത്. ആരാധനയിൽ ചുമതലയില്ല, കർത്തവ്യമില്ല, അധ്വാനം ആവശ്യമില്ല. എന്നാൽ സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൽ ചുമതലയുണ്ട്, കർത്തവ്യബോധം ഉണ്ടായിരിക്കണം, നന്നേ അധ്വാനിക്കണം. പക്ഷെ എങ്ങനെ അധ്വാനിക്കണം? ഈ ലോകത്തിൽ ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന, ലോകവ്യവസ്ഥിതിയിൽ പോലും മറഞ്ഞു കിടക്കുന്ന നന്മയുടെ സാധ്യതകൾ വെളിയിൽ കൊണ്ടുവരികയും വിപുലീകരിക്കുകയും അത് അനേകർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുകയും അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി തീർക്കുകയും ചെയ്യത്തക്കവണ്ണം പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് ഈ സാക്ഷ്യം എന്നുള്ളത്. അതാണ് ദൈവം. അത് മാത്രം നാം നിർവഹിക്കാറില്ല. നാം ആകെപ്പാടെ ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തെപ്പറ്റി നമുക്ക് യാതൊരു കടമയും ഉള്ളതായി നമുക്കറിയാൻ വയ്യാത്തത്, ചുമതലബോധമില്ലാത്തത്. ചുമതലബോധമില്ലാത്ത മനുഷ്യർ വസിക്കുന്ന ലോകത്തിൽ അനീതിയും അക്രമവും തുടരുമെന്ന് മാത്രമല്ല, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതതിൻ്റെ ന്യായമാണ്. ഇത് ദയവായി എൻ്റെ ഇളയ സഹോദരൻ വിഷ്ണു വാസുദേവൻ പരിഗണിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം അവതരിപ്പിച്ച ആശയം, അതിൻ്റെ കാതലായ ഭാഗം എന്താണ്? ദൈവവും ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ വേൾഡ്? അത് തന്നെയാണല്ലോ അദ്ദേഹത്തെ ഏറ്റവും മഥിക്കുന്ന പ്രശ്നം. ദൈവമുണ്ടെന്ന് പറയുന്നു, ദൈവം സർവശക്തിമാനാണെന്ന് പറയുന്നു, ആ ദൈവം എല്ലാ നന്മയുടെയും ഉറവിടമാണെന്ന് പറയുന്നു. ആ ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ എന്താണ് ഇത്രമാത്രം ഈ അക്രമവും അനീതിയും സഹിക്കാൻ വയ്യാത്ത മനുഷ്യ കഷ്ടപ്പാടുകളും അരിഷ്ടതകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവം അത് കണ്ടിട്ടൊന്നും പ്രതികരിക്കാതെ കണ്ണുമടച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ശരിയല്ല. എന്നാൽ ഞാൻ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ഏതായാലും ശരിയല്ല. ഈ ലോകം മുഴുവനും നന്മ കൊണ്ട് നിറഞ്ഞാലും ദൈവത്തെ ആരാധിക്കരുത്. കാരണം അത് ദൈവത്തിന് താല്പര്യമുള്ള കാര്യമല്ല. ദൈവത്തിന് ഒരു വിധത്തിലും അത് സ്വീകാര്യമല്ല. ആരാധന ആവശ്യമില്ല. ആരാധന ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എൻ്റെ വളരെ വളരെ കൃത്യമായ സ്പഷ്ടതയുള്ള ധാരണ. അപ്പോൾ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം എന്താണ്? രണ്ട് തരത്തിലുള്ള ബന്ധം സാധ്യമാണ്. ഒന്ന്, ദൈവം ഒരു പോലീസുകാരനാണ്, കോസ്മിക് പോലീസുകാരൻ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്യുന്ന കണ്ടാൽ ഒറ്റ അടി, അല്ലെങ്കിൽ ഒരിടി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരിടി. അപ്പോൾ നീ മര്യാദയ്ക്ക് നടക്കും. അപ്പോൾ മര്യാദയ്ക്ക് നടക്കും. അങ്ങനത്തെ പോലീസ്മാൻ. അപ്പം ഈ ദൈവം എന്ന് പറയുന്ന പോലീസ്മാൻ ഇങ്ങനെ ഓടി നടക്കും. ലോകത്തെമ്പാടും ദൈവത്തിൻ്റെ കണ്ണുണ്ട്. ഇന്നയാൾ തെറ്റ് ചെയ്യാൻ പോകുന്നു, ഒരൊറ്റ ഇടി. അങ്ങനെ ദീർഘനാളിന് മുൻപ് പുരാതന കാലത്തുള്ള മതസങ്കല്പത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവനെ ദൈവം ഇടിവെട്ടി നശിപ്പിക്കും. ഇപ്പോൾ ഗ്രീക്ക് ദൈവമായിരുന്ന ജൂപ്പിറ്റർ, സിയൂസ്, അദ്ദേഹത്തിൻ്റെ ആയുധമാണ് ഈ ഇടിമിന്നൽ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർ, ഇടിവെട്ടി അവൻ ചത്തുപോകും. അപ്പോൾ എപ്പോഴും പറയത്തില്ലേ, നീ ഇടിവെട്ടി ചത്തുപോടാ എന്ന് പറയത്തില്ലേ. അത് പണ്ടത്തെ ചിന്തയുടെ ഒരു ഭാഗമാണ്. അപ്പം അത് ഒരു കോസ്മിക് പോലീസ്മാനായ ദൈവം ഇങ്ങനെ ഓടി നടന്ന് ദൈവത്തിൻ്റെ കണ്ണിങ്ങനെ റേഡാർ പോലെ എല്ലായിടത്തും പരന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചവനെ ഇടി വെട്ടി കൊന്ന് അങ്ങനെ ലോകത്തെ സംരക്ഷിക്കാം. രണ്ട്, ദൈവം പോലീസുകാരനല്ല, ദൈവം സൃഷ്ടികർത്താവാണ്, ക്രിയേറ്ററാണ്. ആ ഒരു ധാരണയാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെ ആരംഭ ചിന്ത തന്നെ. ദൈവം പോലീസുകാരനല്ല, ദൈവം സൃഷ്ടികർത്താവാണ്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ വളരെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളിതിൽ ശ്രദ്ധയോടെ പങ്കെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവസാനം വരെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, സൃഷ്ടികർത്താവിന്
ദൈവത്തെ ഒന്ന് ദൈവമുണ്ടോ ഉണ്ട് എന്ന് ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, സൃഷ്ടികർത്താവായി മനസ്സിലാക്കുന്നു. എല്ലാറ്റിൻ്റെയും ഉറവിടം ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവമാണ് സൃഷ്ടികർത്താവ് എന്നാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയിൽ മറഞ്ഞിരിക്കാൻ മാത്രം അവകാശമുള്ള ഒരസ്തിത്വമായിട്ട് മാത്രമേ സ്ഥിതി ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. ഇത് പലർക്കും അറിയാൻ വയ്യാത്തതും മനസ്സിലാകാത്തതുമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കണം. സൃഷ്ടികർത്താവിന് തൻ്റെ സൃഷ്ടിയിൽ ഒരു മറഞ്ഞിരിക്കുന്ന മർമ്മമായ, അതായത് പ്രത്യക്ഷത്തിൽ വന്നിടപെടാനോ ഭൗതികമായോ ശാരീരികമായോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ലാത്ത ഒരു ബന്ധമാണ് സൃഷ്ടികർത്താവും തൻ്റെ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യം. അത് ശാസ്ത്രീയമാണ്. ഇത് വിഷ്ണുവിന് മനസ്സിലാകുമെന്നുള്ളത് എനിക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം ശാസ്ത്രീയമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സൃഷ്ടികർത്താവിന് തൻ്റെ സൃഷ്ടിയെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ഇതാദ്യം നാം മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ഞാനൊരു പെയിൻറ്ററാണ് എന്ന് വിചാരിക്കുക. ചിത്രകല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പടം വരച്ചു. ആ പടം വരയ്ക്കുന്ന സമയത്ത്, അതിൻ്റെ സൃഷ്ടിയുടെ സമയത്ത് അതെങ്ങനെയാണെന്നൊക്കെ 100% തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ആ പടം പൂർത്തിയാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൽ തൊടാൻ എനിക്ക് അവകാശമില്ല. ഞാനാണത് വരച്ചത്, ഞാനാണ് എൻ്റെ സൃഷ്ടികർത്താവ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ പിന്നെ തൊടാൻ എനിക്ക് അവകാശമില്ല. അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്. അത് ശാസ്ത്രീയമാണ്. അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതുകൊണ്ട് സൃഷ്ടികർത്താവ് തൻ്റെ സൃഷ്ടിയോട് ബന്ധം പുലർത്തുന്നത് തന്നെ ത്യജിച്ചിട്ടാണ്. സെൽഫ് ഡിനയൽ എന്ന് പറയും. ദ സ്പിരിച്വാലിറ്റി ഓഫ് സെൽഫ് ഡിനയൽ. സൃഷ്ടികർത്താവായി സൃഷ്ടിയുടെ നെറുകയിൽ കയറി നിന്നാൽ പിന്നെ സൃഷ്ടിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാൻ സാധ്യമല്ല. സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ഒരാശയം പോലും അതിൽ നിൽക്കാൻ അതിൻ്റെ വിദൂരമായ സാധ്യത പോലും ഉണ്ടാകുകയില്ല എന്ന്. അത് വളരെ യുക്തിപരമായ കാര്യമാണ്. കൂടുതലായത് വിശദീകരിക്കേണ്ട ആവശ്യമെന്ന് കരുതുകയാണ്. അപ്പം ഞാൻ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. ഒരു 10-20 പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. വില്യം ബട്ട്ലർ യേറ്റ്സ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഐറിഷ് കവി, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദർ ഇസ് എ ഗോൾഡൻ റൂൾ അബൌട്ട് ബീയിങ് എൻ ഓതർ. അതെന്താണ്? നിങ്ങളൊരു കാര്യം, ഒരു പുസ്തകം, ഒരു കവിത, ഒരു കഥ, ഒരു നോവൽ എന്തുമായിക്കൊള്ളട്ടെ, അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. അതെന്താണെന്നും എന്തല്ലെന്നും പറയാനുള്ള അവകാശം നിരൂപകന് മാത്രമാണ്. ഓൺലി ദ ക്രിറ്റിക് ഹാസ് ദ റൈറ്റ് ടു സേ വാട്ട് ഇറ്റ് ഈസ് ഓർ വാട്ട് ഇറ്റ് ഈസ് നോട്ട്. സൃഷ്ടികർത്താവിന് പിന്നെ അതിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അല്ലെങ്കിൽ നീ സൃഷ്ടികർത്താവല്ല, നീ വേറെ ഏതാണ്ടാണ് എന്ന് യേറ്റ്സ് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇനിയും വിഷ്ണു ഉന്നയിച്ച ചോദ്യത്തോട് അല്പം ഫിലസോഫിക്കലായി, അതായത് എന്താ പറയുന്നത്, ദാർശനികമായ ഒരു പ്രതികരണം ഞാൻ നടത്താൻ പോകുകയാണ്. ഇത് മനസ്സിലാക്കാൻ അല്പം ഒരു നേരിയ പ്രശ്നം ഒരു പക്ഷേ ഉണ്ടാകാം. പക്ഷേ ശ്രദ്ധിച്ചാൽ ഏറ്റവും ലളിതമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് എനിക്ക് അവതരിപ്പിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവത്തെപ്പറ്റി 2 തികച്ചും വ്യത്യസ്തമായ ധാരണകളാണ് മനുഷ്യജാതിക്കുള്ളത്. ഒന്ന്, ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ദൈവം, അത് അങ്ങ് ദൂരെ ഇരിക്കുന്നു, എന്നിൽ നിന്ന് വിദൂരമായി ആകാശവിതാനങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങ് മലയുടെ മകളിൽ, അല്ലെങ്കിൽ കാട്ടിൻ്റെ നടുവിൽ എവിടെയോ ഇരിക്കുന്നു. ദ ഗോഡ് ഔട്ട് ദെയർ, അതൊരു ധാരണയാണ്. 2, എൻ്റെ ഉള്ളിലുള്ള ദൈവം എൻ്റെ ഉള്ളിലാണ് എന്ന്. ഇത് 2 തികച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ്. നാം ഏതിനെ അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നു അതിനനുസരിച്ച് നാം ലോകത്തെയും ലോക യാഥാർത്ഥ്യങ്ങളെയും നമ്മളെയും നമ്മുടെ കടമകളെയും സാധ്യതകളെയും ഒക്കെ മനസ്സിലാക്കും. ഇത് വളരെ സുപ്രധാനമാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, ഇവിടെയാണ് ഞാൻ ഫിലോസഫി കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ഒരിക്കലും സർവശക്തിമാനാകാൻ സാധ്യമല്ല.
ദ ഗോഡ് വിതിൻ ക്യാൻ നെവർ ബി ഓൾ മൈറ്റി. ദയവായി മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തെപ്പറ്റി അതും ഇതുമൊക്കെ ചുമ്മാ അത് ആലോചിക്കാതെ അങ്ങ് തട്ടിവിടുകയാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി, ഗോഡ് ഈസ് ഓൾ പവർഫുൾ, ഗോഡ് ഈസ് ഹിയർ, ഗോഡ് ഈസ് ദെയർ, ഓംനി പ്രസൻറ്റ്, ഓംനിഷ്യൻറ്റ്, ഓൾ ബെനിഫിഷ്യൽ. ഒന്ന് ചുമ്മാ അത് പറയണത് യാതൊരു അർത്ഥമില്ല. ഒന്നും അറിഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും അറിയില്ല, ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബ്ദകോലാഹലങ്ങൾ. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ഒരിക്കലും ശക്തിമാനാകാൻ സാധ്യമല്ല. 100% ശക്തിരഹിതമായ ഒരു ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ സാധ്യമാകൂ. അത് മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും പരിചയമാണല്ലോ ഈ അവയവങ്ങളുടെ ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇപ്പോൾ എനിക്ക് വേറൊരു വ്യക്തിയുടെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വന്നു വിചാരിക്കും. ആദ്യം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹൃദയം കിട്ടിയെങ്കിലേ എനിക്ക് 2 കാലം നിൽക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം, ആ സഹായം ഇപ്പോൾ ഞാൻ അവിടുത്തെ വീണ് കിടക്കുന്നു, അപ്പം നിങ്ങൾ വന്ന് എന്നെ പൊക്കിയെടുത്തു. അത് ബാഹ്യമായ സഹായമാണ്. നിങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് എനിക്ക് നടക്കാൻ ശേഷി വേണമെന്നില്ല. എനിക്ക് നടക്കാൻ എന്തുകൊണ്ടാണ് വീണത്? എൻ്റെ ഹൃദയത്തിൻ്റെ ബലഹീനത കൊണ്ട് നിൽക്കാൻ ഞാൻ വീണ് പോയതാണ്. പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ കാലിൽ തന്നെ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ എൻ്റെ ഹൃദയം മാറ്റി വെക്കണം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി. അപ്പോൾ വേറൊരാടെ ഒരു ഹൃദയം അന്വേഷിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഹൃദയവും എൻ്റെ എന്താണ് പറയുന്നത്, ജനറ്റിക് കോഡ് അല്ലെ DNA മാച്ച് ചെയ്യുമോ എന്ന് നോക്കണ്ടേ? എൻ്റെ അർത്ഥം, എന്നോട് 100% പൊരുത്തപ്പെട്ടു പോകുന്നൊരു കാര്യത്തിന് മാത്രമേ എൻ്റെ ഉള്ളിൽ വസിക്കാനൊക്കത്തുള്ളൂ. എന്ന് മാത്രവുമല്ല, ആ ഹൃദയത്തെ പിന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരാളുടെ ഹൃദയം ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ എത്രയോ മരുന്നാണ് കഴിക്കുന്നത്. ആ കഴിക്കുന്നതിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും മരുന്നും ആ ഫോറിൻ ബോഡിയായിട്ടുള്ള ഹൃദയം അതിൻ്റെ വീര്യം കാണിക്കാതെ എൻ്റെ താല്പര്യം, എൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത മാത്രമനുസരിച്ച് 100% അടിയറ വെച്ച് അതിൻ്റെ പവർ 100% ഇല്ലാതെയാക്കി എൻ്റെ പവറാക്കി മാറ്റിയെങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിൽ വസിച്ച് അത് എൻ്റെ ബലമായി തീരുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത് വളരെ വളരെ കൃത്യമാണ്. അത് തന്നെയാണ് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെയും അവസ്ഥ. ഓൺലി ആൻ ആബ്സല്യൂട്ട്ലി പവർലെസ് ഗോഡ് ക്യാൻ എംപവർ us. അതാണ് മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ അത്യുന്നത കോടിയിൽ നിൽക്കുന്ന ഒരു പാരഡോക്സാണ്, ഒരു വിരോധാഭാസമാണ്. ആബ്സല്യൂട്ട്ലി പവർലെസ് ഗോഡ്, ഒരു വിധത്തിലും ഒരു തരത്തിലും ബലമില്ലാത്ത, തികച്ചും ബലഹീനനായ ഒരു ദൈവത്തിന് മാത്രമേ നമ്മെ ശക്തീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അത് ആന്തരികമായി. ദാറ്റ്സ് എ പാരഡോക്സ് ഓഫ് ലൈഫ്. ഇത് വിഷ്ണുവിന് മനസ്സിലാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ഇത് പൊതുവായ ഒരു ദാർശനികമായ തത്വം. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ജർമ്മൻ ഫിലോസഫറായിരുന്ന ജോഹാൻ ഗോട്ട്ലീബ് ഫിഷ്ത് എന്ന അദ്ദേഹത്തെ ചിന്തകരിൽ നിന്നാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഈ സമയത്ത് അറിയിച്ചുള്ളൂ. അദ്ദേഹം പറയുന്നത്, the shaping principle of a phenomenon must be lost in the phenomenon itself. അത് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറയാം. അതായത് ഏതെങ്കിലും ഒരു പ്രതിഭാസം ഉടലെടുക്കാൻ കാരണമായി തീർന്ന മർമ്മം ഏതാണ്, ആ മർമ്മം ആ പ്രതിഭാസത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകണം, അല്ലെങ്കിൽ അതിൽ മറഞ്ഞിരിക്കണം. അതിനോടുള്ള ബന്ധത്തിൽ അതിന് വെളിപ്പെട്ട് വരുവാൻ യാതൊരു അർഹതയുമില്ല. ദ ഷേപ്പിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഫെനോമിനൻ മസ്റ്റ് ബി ലോസ്റ്റ് വിതിൻ ദ ഫെനോമിനൻ ഇറ്റ് സെൽഫ്. വളരെ ശ്രദ്ധേയമാണ്. അല്പം ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്നത് മനസ്സിലാകും. ഒരു ഉദാഹരണം പറയുമ്പോൾ, ഞാൻ ശാസ്ത്രീയമായൊരു ഉദാഹരണം, വിഷ്ണു ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഞാൻ ശാസ്ത്രത്തിൽ നിന്നൊരു ഉദാഹരണം പറയാം. വെള്ളം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വെള്ളം എന്താണ്? 2 atoms of hydrogen and 1 atom of oxygen make 1 water molecule. അതിന് H2O എന്ന് പറയും. H2O, 2 atoms of hydrogen, 1 atom of oxygen. അപ്പോൾ ഇത് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്ന് വെള്ളമായി തീരുന്ന ഒരു തത്വമുണ്ട്. ദർ ഇസ് എ പ്രിൻസിപ്പിൾ. എവറിത്തിങ് വർക്ക്സ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ്. ദർ ഇസ് നത്തിങ് റാൻഡം. സയൻസിൽ റാൻഡമായിട്ടൊന്നുമില്ല. ഇറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു സർട്ടൺ പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിളിന്
ആ തത്വത്തിന്, ആ മർമ്മത്തിന് വെള്ളത്തിൻ്റെ മുകളിൽ എപ്പോഴും കയറി ഇരിക്കാനൊക്കത്തില്ല. അത് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമുക്കാർക്കും കാണാൻ വയ്യാത്ത വിധത്തിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ഇത് ഒരു സനാതനമായ ധർമ്മമാണ്. ഇതാ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള മർമ്മങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് അതിനെ സമീപിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആദ്യം കലാകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരുത്തനൊരു പടം വരച്ചു, അതിങ്ങനെ ഒരു ഗാലറിയിൽ ഇട്ടു. അപ്പോൾ ആളുകൾ വന്ന് പറയുകയാണ്, അവൻ ഇതാണ് ഉദ്ദേശിച്ചത്, അവൻ അതാണ് ഉദ്ദേശിച്ചത്. ഇത് പറയുമ്പോൾ ആ പടത്തിൽ നിന്ന് പടം വരച്ച ആൾ ചാടി നീ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം ആ പടത്തിൽ അത് വരച്ച കലാകാരനുണ്ട്, പക്ഷേ ഹീസ് ലോസ്റ്റ് ഇൻ ദ പോർട്രേറ്റ്, ഹീസ് ലോസ്റ്റ് ഇൻ ദ പിക്ചർ. താൻ വരച്ച തൻ്റെ കൃതിയിൽ, തൻ്റെ സൃഷ്ടിയിൽ താൻ തന്നെ മറഞ്ഞിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടാനോ അതിൻ്റെ മേന്മ ഇതാണ് എന്ന നിരൂപകന്മാരുടെയോ കാണികളുടെയോ ശ്രദ്ധയിൽപ്പെടുത്താനോ അദ്ദേഹത്തിന് അവകാശമില്ല. ഇതെല്ലാം നാം പരിഗണിക്കുന്ന വിഷയത്തോട് വളരെ അടുപ്പമുള്ള ആത്മബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വിഷ്ണുവും നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ദൈവമുണ്ട് എന്ന് നാം സങ്കല്പിച്ചു കഴിഞ്ഞാൽ, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അന്വേഷണം ആരംഭിച്ചത്. ദൈവം ഉണ്ടായെങ്കിൽ ഈ ലോകത്തോടുള്ള, ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത്, താൻ സൃഷ്ടിച്ച ഈ ലോകത്തോടുള്ള തൻ്റെ ബന്ധത്തിൽ ദൈവം 100% തികച്ചും ആബ്സല്യൂട്ടായി ഹെൽപ്ലെസ് ആണ്. ദൈവം നിസ്സഹായനാണ്. ഗോഡ് ഈസ് ഹെൽപ്ലെസ് വിത്ത് റെസ്പെക്റ്റ് ടു ദ വേൾഡ്. താൻ സൃഷ്ടിച്ച ദൈവത്തെപ്പറ്റി, താൻ സൃഷ്ടിച്ച ലോകത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നിസ്സഹായനാണ്. Exactly like an artist being helpless about his work of art once it is sold, once it is presented to the world. പിന്നെ ഒരു രക്ഷയില്ല. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നമ്മുടെ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നമുക്ക് മുൻപോട്ട് പോകാം. എന്തുകൊണ്ടാണ് ഈ ക്രമീകരണം ഇങ്ങനെ? എന്തുകൊണ്ടാണ് സൃഷ്ടികർത്താവായ ദൈവത്തിന് സൃഷ്ടിയുടെ മേൽ യാതൊരു പവറുമില്ല, യാതൊരു കൺട്രോളുമില്ല എന്ന തത്വം? അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് തത്വം അങ്ങനെ ആയിരിക്കേണ്ടത്? അതിന് ഒരു നല്ല കാരണമുണ്ട്. ആ കാരണം നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ഒരു സാധ്യത രൂപപ്പെട്ടു വരികയുള്ളൂ. മനുഷ്യ ജീവിതത്തിൻ്റെ വേരൂന്ന് നിൽക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ദർ ഇസ് നോ ഹ്യൂമൻ ലൈഫ് വിത്തൗട്ട് ഫ്രീഡം. മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഓക്സിജൻ എപ്രകാരം ആവശ്യമാണ്, അതുപോലെയാണ് മനുഷ്യത്വത്തിന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഫ്രീഡം ഈസ് ദി ഓക്സിജൻ ഓഫ് അവർ ഹ്യൂമാനിറ്റി. അതുണ്ടാകണമെങ്കിൽ സൃഷ്ടികർത്താവായ ദൈവം തൻ്റെ സൃഷ്ടിയായ ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ അതിൽ അദൃശ്യമായ ഒരസ്തിത്വമായിട്ട് മാത്രമേ ദൈവത്തിന് നിൽക്കാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാലിന്യങ്ങളെ തുടച്ച് നീക്കി ഏറ്റവും മഹനീയമായ ഒരു ലോക സാമൂഹ്യ സാംസ്കാരിക ധാർമ്മികമായ വ്യവസ്ഥിതി നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹമായി നൽകാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. സൃഷ്ടികർത്താവായ ദൈവവും തൻ്റെ സൃഷ്ടിയായ ലോകവും തമ്മിലുള്ള വളരെ കൃത്യമായ, ഒരു വിധത്തിലും മാറ്റം വരുത്തുവാൻ ഇടയില്ലാത്ത, സാധ്യമല്ലാത്തൊരു ബന്ധം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെതിരെ ദൈവം പോകുകയില്ല. അങ്ങനെതിരെ താൻ സൃഷ്ടിച്ച മർമ്മത്തിനെതിരെ പോകുന്ന ദൈവമല്ല, അത് വേറെ ഏതോ മർമ്മമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയും വിഷ്ണു ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇതിനെപ്പറ്റി ദൈവത്തിന് ചുമതലയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ ദൈവത്തിന്, ഡയറക്റ്റായിട്ട് ഇടപെടാൻ ദൈവത്തിന് ശക്തിയില്ല, കഴിവില്ല, പവറില്ല. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിൻ്റെ കഷ്ടകാലം എന്താ, ഗതികേടെന്താണെന്ന് ചോദിച്ചാൽ, പവറില്ല എങ്കിലും ശക്തിയില്ല എങ്കിലും ദൈവത്തിന് ചുമതലയുണ്ട്. ഗോഡ് ഈസ് സ്റ്റിൽ റെസ്പോൺസിബിൾ ഫോർ ഹിസ് ക്രിയേഷൻ.
അവിടെയാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ഗോഡ്. നിങ്ങൾക്ക് വേറെ എന്ത് പണി ചെയ്യാമെങ്കിലും അത് ചെയ്തു ഞാൻ ദൈവമാകാമെന്ന് മാത്രം പറയരുത്. കാരണം അത് ചില പ്രയാസമുള്ള കാര്യമാണ്. അത് എത്ര പ്രയാസമുള്ള കാര്യമാണ് ദൈവത്തോട് ചോദിച്ചാൽ മതി. പക്ഷേ ആരും ദൈവത്തോട് ചോദിക്കാറില്ല. കാരണം ദൈവത്തിൻ്റെ അവസ്ഥ അറിയാനായിട്ട് താല്പര്യമുള്ള ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗോഡ് ഹോൾഡ്സ് ഹിംസെൽഫ് റെസ്പോൺസിബിൾ ഫോർ എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ വേൾഡ്. അതാണ് ഏറ്റവും മഹനീയമായ സത്യമായിട്ട് എനിക്ക് മനസ്സിലാകും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മതത്തിൻ്റെ പേരിൽ നാം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തെപ്പറ്റി അതിൽ നിയന്ത്രണം മനഃപൂർവ്വമായി സ്വമേധയാ ഉപേക്ഷിച്ച ദൈവം എന്നിട്ടും അതിനെപ്പറ്റി ചുമതലാബോധത്തോടെ ഇരിക്കുകയും അതിൽ മനുഷ്യ ഭാവനയ്ക്ക് അതീതമായ വിധത്തിൽ നിരന്തരം ദുരിതമനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കഷ്ടപ്പാട് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിഷ്ണുവിൻ്റെ കാഴ്ചപ്പാടിൽ പ്രശ്നം ദൈവം പ്രതികരിക്കുകയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് എങ്കിൽ എനിക്ക് പറയാനുള്ളത് അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ഈ ലോകത്തെപ്പറ്റി മനുഷ്യബുദ്ധിയെ കവിയുന്ന വിധത്തിൽ അരിഷ്ടതയും കഷ്ടപ്പാടും സഫറിങ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാനോ അതിനോട് ഒന്ന് സഹകരിപ്പാനോ മനുഷ്യർക്ക് ബോധമില്ല, താല്പര്യമില്ല, ചിന്തയില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം. നമുക്ക് മുൻപോട്ട് അന്വേഷിക്കാം. മതങ്ങൾ ദൈവത്തെ വിരൂപമാക്കുകയാണ്. ഓൾ റിലിജിയൻസ് കാരിക്കേച്ചർ ഗോഡ്. എങ്ങനെയാണ്? മതങ്ങൾ എടുത്തു കാട്ടുന്ന ദൈവം വലിയ ശക്തിമാനാണ്, എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അത് പക്ഷേ പുരോഹിതന്മാരുടെ റെക്കമെൻഡേഷനിൽ പോയെങ്കിലേ കിട്ടത്തുള്ളൂ. നമ്മുടെ മന്ത്രിമാരേക്കാൾ കഷ്ടമാണ്. MLA-മാരുടെ റെക്കമെൻഡേഷൻ കൊണ്ടെങ്കിലേ കൊണ്ടുപോയാലേ മന്ത്രിയുടെ കാല് പിടിച്ചാൽ വല്ല ഗുണമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവമാകുന്ന മന്ത്രിയിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ MLA ആകുന്ന പുരോഹിതൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടുപോയെങ്കിലേ രക്ഷയുള്ളൂ എന്ന തികച്ചും പ്രാകൃതമായ ഒരു കാഴ്ചപ്പാടാണ് സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് മതങ്ങൾ ദൈവത്തെ സർവശക്തിമാനായി വലിയ യോദ്ധാവായി ഇടിയും മിന്നലും, കണ്ണു തുറന്നാൽ ഇടിയും മിന്നലും ആയിരങ്ങളെ ഭസ്മമാക്കി കളയുന്നു, മറ്റേതാണ് മറിച്ചേതാണ്, സംസാരിച്ചാൽ ഇടിമുഴക്കം, കോപിച്ചാൽ ഭൂമി കുലുക്കം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, നശിപ്പിച്ചു കളയും, അതാണ് മറ്റൊന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് വേണ്ടത് അതാണ്. മനുഷ്യർക്ക് വേണ്ടത് എന്താണ്? ഈ ദൈവത്തെ വല്ല വിധത്തിലും ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തിയാൽ നമ്മുടെ കാര്യം. ഈ ശക്തിയുള്ള ദൈവത്തെ കൊണ്ടേ നമുക്ക് നമ്മുടെ കഴുതയെപ്പോലെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യിക്കാൻ ഒക്കത്തുള്ളൂ. ലോകത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടാത്ത ദൈവത്തെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, ഭൗതികമായ പ്രയോജനമില്ല. ഒരു കഴുതയെ നമ്മുടെ വിഴുപ്പ് വേണം ഒരു കഴുതയുടെ പുറത്ത് വെക്കുന്ന പോലെ നമ്മുടെ ജീവിതഭാരം ദൈവത്തെ കഴുതയാക്കി ദൈവത്തിൻ്റെ മുതുകി വെക്കാനൊക്കത്തില്ല എന്നതുകൊണ്ട് ഞാൻ ഈ അവതരിപ്പിക്കുന്ന ആശയം മതപരമായി ഒരു ലാഭവുമില്ലാത്ത ഒരാശയമാണ്. അതുകൊണ്ടാണ് ആരും ഇത് പ്രത്യേകിച്ച് പുരോഹിതവർഗം ഇത് കേട്ടാൽ അവർക്ക് കലി തൊള്ളും, അവർക്ക് ജ്വരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ മാത്രമേ മതങ്ങൾ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഗോഡ് സഫേഴ്സ് ഇൻ ആൻഡ് ത്രൂ ഹിസ് ക്രിയേഷൻ. തൻ്റെ സൃഷ്ടിക്ക് ഉള്ളിലും അതിൽ കൂടെയും ദൈവം നിരന്തരമായി കഷ്ടപ്പാട്, സഹനം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആ കഷ്ടപ്പാടിൻ്റെ ഒരു പങ്ക്, ആ കഷ്ടപ്പാടിനോട് താതാത്മ്യം പ്രാപിപ്പാനും അതിൽ ഒരു പങ്കാളിത്തം വഹിപ്പാനും കഴിയുമെങ്കിൽ നമുക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ഏറ്റവും അർത്ഥവത്തായി എപ്രകാരം പ്രയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ ഉദ്ദേശമായ ദൈവികമായ ഉദ്ദേശത്തെ മാനിച്ച് നാം പ്രയോഗിക്കുമ്പോൾ, അങ്ങനെ എല്ലാ വ്യക്തികളും ഉപയോഗിച്ചാൽ ഈ ലോകത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ദൈവികമായ വിധത്തിൽ ഉപയോഗിക്കാനുള്ള പക്വത, ആത്മീകമായ വളർച്ച മനുഷ്യർക്കില്ല. അതുകൊണ്ട് മനുഷ്യർ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു.
സ്വന്തം സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് വിനയായിത്തീരുന്നു. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? അങ്ങനെ പീഡിപ്പിക്കുന്ന ആളുകൾ അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടാണ്. അങ്ങനെ പീഡിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ കൈയും കാലും കെട്ടിയിട്ടാൽ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെയും ഒരു 15 അല്ലെങ്കിൽ 13 വയസ്സിന് മുകളിലുള്ള എല്ലാ ആണുങ്ങളെയും പുരുഷലിംഗത്തിൽപ്പെട്ട എല്ലാവരെയും പിടിച്ച് കൈയും കാലും കെട്ടിയിട്ടിരുന്നാൽ ഒരു 50 വർഷത്തേക്ക് ഇട്ടിരുന്നാൽ പ്രശ്നം തീരും. ഈ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. പക്ഷേ അത് മനുഷ്യത്വത്തിന് യോജിക്കുന്ന ഒരു സൊല്യൂഷനാകുകയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഈ ലോകത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നിരന്തരം ചുമതലബോധം അനുഭവിക്കുകയും അതുകൊണ്ട് അപ്പുറമായി കഷ്ടപ്പാട് സഹനം സഹിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ അരിഷ്ടതയിൽ നമുക്ക് പങ്കുണ്ടാകണം എന്ന ബോധ്യത്തിൽ ദൈവദത്തമായ സ്വാതന്ത്ര്യത്തെ വ്യക്തികൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും വ്യക്തികളുടെ ഗുണത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പറയുന്ന അക്രമങ്ങളും കാടത്തരങ്ങളുമെല്ലാം ഭൂമിയുടെ പരപ്പിൽ നിന്ന് തിരോധാനം ചെയ്യും എന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശാസ്ത്രീയവും ആത്മീയവുമായ സമീപനങ്ങളുടെ വ്യത്യാസം. ശാസ്ത്രീയം പൊതുവായ ജനറിക് സൊല്യൂഷൻസ്, ആത്മീയത വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുമ്പോൾ അത് തന്ന ദൈവത്തിൻ്റെ കരുതലുകളും ദൈവം അനുഭവിക്കുന്ന ഇഹലോകത്തെ പറ്റിയുള്ള യാതനകളുടെ പങ്കാളിത്തവും വഹിച്ചുകൊണ്ട് വേണം അതിന് കുറവ് വരത്തക്കവണ്ണം എൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ എനിക്ക് കടമയുണ്ട് എന്ന് ചിന്തിച്ച് അപ്രകാരം പ്രവർത്തിക്കുവാൻ പക്വത പ്രാപിക്കുന്ന വ്യക്തികളുള്ളൊരു സമൂഹത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നത് അല്പം ഒന്ന് ചിന്തിച്ച് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ സമയം അതിക്രമിച്ചു പോയി. ഉദ്ദേശിച്ചതിനേക്കാൾ 7 മിനിറ്റ് കൂടിപ്പോയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയാണ്. എൻ്റെ പ്രതീക്ഷ ഞാൻ സ്നേഹിക്കുന്ന വിഷ്ണുവിന് ഞാൻ സമർപ്പിച്ച ഈ ചിന്തകളിൽ കൂടെ എന്തെങ്കിലും തുടർന്ന് അന്വേഷിക്കുവാനോ വെളിച്ചം പ്രാപിപ്പാനോ ഇടയാകും എന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി എൻ്റെ ഹൃദയത്തിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ വിഷ്ണുവിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് എഴുതുകയും എൻ്റെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് അദ്ദേഹം എന്നെ വിളിക്കും, കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുവരെയും അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ചിന്തകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.